ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ഏറ്റവും പുതിയ വാഗണറാണ്. അപ്പോൾ ഏറ്റവും പുതിയ വാഗണർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഡിസൈനകത്തൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്ന് ചിന്തിക്കും. വേറൊന്നുമല്ല സംഭവം. നമുക്കിതിനകത്ത് ഇപ്പോൾ 6 എയർ ബാഗ് വന്നിട്ടുണ്ട് വാഹനത്തിൽ. അപ്പം എല്ലാ വാഹനങ്ങളിലും 6 എയർ ബാഗ് എന്നുള്ളൊരു നിയമം എന്താ പറയുക, ഏകദേശം മാൻഡേറ്ററി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാരുതിയുടെ വാഹനങ്ങളിൽ നിലവിൽ നമുക്ക് 6 എയർ ബാഗ് അവൈലബിൾ ആണ്. അങ്ങനെ വന്നൊരു വാഹനമാണ് ഈ ഒരു വാഗണറിൽ. നമുക്ക് 6 എയർ ബാഗ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 എയർ ബാഗുള്ള വാഹനവും അതേപോലെ തന്നെ 6 എയർ ബാഗുള്ള വാഹനവും നമുക്ക് അവൈലബിൾ ആണ്. ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ ഏകദേശം ഒരു പ്രൈസിൻ്റെ ഒരു ഡിഫറൻസ്, ഒരു 10-14,000 രൂപയുടെ ഒരു വ്യത്യാസം ആണ് വരാൻ പോകുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു 14,000 രൂപ കൂടി എക്സ്ട്രാ കൊടുത്ത് ഈ ഒരു 6 എയർ ബാഗുള്ള വാഹനം തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ കിടക്കുന്ന ZXi Plus എന്ന വേരിയൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. 834 മാനുവലിനും 8,93,000 ഓട്ടോമാറ്റിക്കിനും ഓൺ റോഡ് പ്രൈസ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഒരു 80,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. 7 വർഷത്തേക്കാണെങ്കിൽ ഒരു 12,500 ഒക്കെ ആയിരിക്കും EMI വരുന്നത്. അതൊരു 5 വർഷമാണെങ്കിൽ ഒരു 16,100 റേഞ്ചിലൊക്കെ EMI കാര്യങ്ങളൊക്കെ വരും. ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡലാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ZXi Plus ടോപ്പ് എൻഡ് മാനുവലാണ് 834. ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ മാനുവലാണെങ്കിൽ 688 വില വരുന്നത്. വില ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏറ്റവും ബേസ് മോഡലും. പിന്നെ VXiയിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 799 അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഈ മാസമാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം ഈ ഒരു 6 എയർ ബാഗുള്ള വാഹനം വന്ന സമയത്ത് പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ മാസം ഈ ഒരു ജൂൺ മാസം നമുക്ക് ഓഫറും കാര്യങ്ങളും അവൈലബിൾ ആണ്. മാനുവലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഓൺ റോഡ് വിലയിൽ നിന്നും കുറഞ്ഞായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. 35,000 രൂപ ക്യാഷ് ഓഫർ ഉണ്ട്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിലും 40,000 രൂപയും നമുക്ക് ക്യാഷ് ഓഫർ വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് അവർ 20,000 നൽകിയിട്ടുണ്ട്. കോർപ്പറേറ്റ് ഓഫർ ഒരു 3,000 രൂപയും നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ഈ ഓഫർ പറഞ്ഞു, ഇത് കൂടാതെ എക്സ്ട്രാ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുന്ന ഒരു കസ്റ്റമറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞിരുന്നാൽ മതി. വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നുള്ള ആകാശിനടുത്ത് പറഞ്ഞാൽ മതി. എക്സ്ട്രാ ഒരു 3,000 രൂപയുടെ ഓഫർ അവൻ ചെയ്തു തരും. അത് ഈ മാസം ഫുള്ള് കാണും. കൂടാതെ ഒരു 10,000 രൂപയുടെ അക്സസറീസിൻ്റെ കൂടി അവൻ ചെയ്തു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും അക്സസറീസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപ റേഞ്ചിൽ വില വരുന്ന ഒരു അക്സസറീസ് കൂടി നിങ്ങൾക്ക് ചെയ്യാം. അതും ഈ ഒരു മാസം ഫുള്ള് കാണും. ഈ ഒരു ജൂൺ മാസം ഫുള്ള് കാണും. അത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർക്ക് മാത്രമായിരിക്കും ആ ഒരു കാര്യം ഉള്ളത്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളത് വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് മാത്രം ആകാശിനടുത്ത് പറഞ്ഞാൽ മതി. 3,000 രൂപ എക്സ്ട്രാ ക്യാഷ് ഓഫർ നിങ്ങൾക്ക് അവൻ അറേഞ്ച് ചെയ്ത് തരും. കൂടാതെ ഈ അക്സസറീസിൻ്റെ കൂടി ഈ മാസം ഫുള്ള് അവൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നതേ ഉള്ളൂ. ഈ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് അക്സസറീസ് അവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓരോ പോർഷനിലേക്ക് വരുന്ന സമയത്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഈ ഒരു ഗില്ലെടുത്താൽ ഈ രണ്ട് എലമെൻറ്റും എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു ക്രോം എലമെൻറ്റ് മാത്രമാണ് ഈ ഒരു വാഹനം ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. ഇത് രണ്ടും അക്സസറീസ് ആയിട്ട് ചെയ്തു. പിന്നെ റെഡ് കളറാണ്, ഡുവൽ ടോൺ കൂടിയാണ്. അപ്പം അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു റെഡിൽ ആ ഒരു ബ്ലാക്ക് കൂടി വന്ന സമയത്ത് നല്ല രസമുണ്ട് വാഹനം കാണുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് നോർമൽ വരുന്ന ഹാലജൻ ടൈപ്പ് തന്നെയുള്ളൂ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. LED ടൈപ്പ് ലാമ്പോ അല്ലെ പ്രോജക്ട് ടൈപ്പ് ലാമ്പോ ഈ ഒരു വാഗണറിൽ നമുക്ക് വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനമാണ്. ഫോഗിലാകുമ്പോൾ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് വാഹനത്തിൽ വരുന്നത് തന്നെയാണ്. കാരണം ടോപ്പ് എൻഡ് വാഹനം ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ക്ലാഡിങ് ഉണ്ടോ, ഈ ഒരു ഗ്ലോസി എലമെൻറ്റ് വരുന്ന ഈ ഒരു ക്ലാഡിങ്ങും ഇതും നമ്മൾ എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് വരുന്നത് തന്നെയാണ്. അത്യാവശ്യം വലുപ്പം വരെ എയറിൻ്റെയും കാര്യങ്ങളും ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട്. ഫുഡൊക്കെ അത്യാവശ്യം ഒതുക്കി തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ടൊന്നുമില്ല. കുറച്ച് ക്ലാഡിങ്ങും ആ ഒരു ക്രോം എലമെൻറ്റും ഒക്കെ അവർ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് അക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അവിടെ സൈഡ് പോർഷനിലേക്ക് വരാം. ഈ ഒരു സൈഡ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഡ്യുവൽ ടോൺ വാഹനം ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ടും. ആ ഒരു റെഡിൽ ആ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ വന്ന് നല്ല രസമുണ്ട്. A പില്ലറൊക്കെ നോക്കിക്കഴിഞ്ഞാലും അതുപോലെ B പില്ലറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അലോയ് വീൽ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതും ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് അലോയ് വീൽ നൽകിയിട്ടുള്ളത്. ഇതിലൊരു ടയർ സൈസ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. എത്ര 14 ഇഞ്ചാണ് വരുന്നത്. 165/70R14 ആണ് ഈ വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈൽ നൽകിയിട്ടുള്ളത്. ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു ക്ലാഡിംഗ് ആണ്. ഈ ഒരു ക്ലാഡിങ് അക്സസറീസ് ആണ്, ഇൻബിൽഡ് ആയിട്ട് വരുന്നതല്ല. ഈ ഒരു ക്ലാഡിങ് ഈ ഒരു ചുറ്റും പോകുന്നുണ്ട്. ആ ഒരു ക്ലാഡിങ് ഈ ഒരു ഗ്ലോസി എലമെൻറ്റ് എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു ക്ലാഡിങ്ങും എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് തന്നെ വരുന്നതാണ്, ഇൻബിൽഡ് ആയിട്ട് വരുന്നതല്ല. പിന്നെ ഈ ഒരു റെയിൻ ഗാർഡ് നമ്മൾ എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അത് ഇൻബിൽഡ് ആയിട്ട് വരുന്നതല്ല. മിറർ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കാണാം. അതിൽ തന്നെ അക്സസറീസ് അല്ല, ഇൻബിൽഡ് ആയിട്ട് വരുന്നത് തന്നെയാണ്. ടേൺ ഇൻഡിക്കേറ്ററും നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ വേറെ പിന്നെ ആൻറ്റി നമുക്ക് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് ആൻറ്റിനെയും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുള്ളത്. റിയർ സൈഡിൽ നമ്മൾ ഈ ഒരു സ്പോയിലർ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്ന അക്സസറീസ് ആയിട്ട് വരുന്നതാണ്. റിയർ വൈപ്പറൊക്കെ വരുന്നത് ഡിഫോഗർ ലൈൻ നമുക്ക് അവൈലബിൾ അല്ല. ഈ ഒരു ക്രോം എലമെൻറ്റ് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. ഈ ഒരു റിവേഴ്സ് ക്യാമറ നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തതാണ്. അതേപോലെ ഈ ഒരു ഗ്ലോസി ക്ലാഡിങ്ങും എക്സ്ട്രാ നമ്മൾ ആഡ് ഓൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് എക്സ്ട്രാ അവർ ചെയ്തിട്ടുണ്ട്. പാർസൽ ട്രേ ഒക്കെ വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റിങ് വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തോ ഓക്കെ വാക്യൂം ക്ലീനറൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നത് മാരുതിയിലാണ്, ജെനുവിൻ പാർട്ടാണ്. അപ്പോൾ ഇതെനിക്കൊന്ന് കസ്റ്റമർ അക്സസറീസ് ആയിട്ട് മേടിച്ച് വെച്ചേക്കുന്നതായിരിക്കാം. ഓഫറായിട്ട് കൊടുത്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതും കൊള്ളാം. നമുക്ക് ക്ലീനൊക്കെ ചെയ്യാനായിട്ട് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യം. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറിൻ്റെ ഡിസൈൻ ഞാൻ അകത്തേക്ക് കയറുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അകത്തേക്ക് വരാം. നമ്മൾ ഈ ഒരു പോർഷൻ കണ്ടോ,
ഈ ഒരു ഫിനിഷിങ് നമ്മൾ എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് വരുന്നതാണ്, ഇൻബിൽഡ് ആയിട്ട് വരുന്നതല്ല. കുറച്ച് പാനൽസ് മാറ്റാനായിട്ട് പറ്റും. ഞാനത് കാണിച്ചു തരാം, ഏതൊക്കെ പോർഷനിലാണെന്ന് മാറ്റാൻ പറ്റുമെന്നുള്ളത് കാണിച്ചു തരാം. ഫോൾഡർ പറഞ്ഞു വരും, അതൊക്കെ. മിറർ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം. ഫോൾഡിംഗ് ഓപ്ഷൻ കൂടി ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. കാര്യം ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഫോൾഡിംഗ് ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ അവൈലബിൾ അല്ല, വലിയ കുഴപ്പമൊന്നുമില്ല സീറ്റും പൊസിഷനൊന്നും. അതേപോലെ സ്റ്റിയറിംഗ് വീല് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇല്ല ടെലസ്കോപ്പിക് വരുന്നില്ല, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ താഴ്ഭാഗത്ത് ഈ ഒരു ഫ്ലോർ മാറ്റ് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ ഒരു വാഗണോർ എന്ന ഈ ഒരു ബ്രാൻഡിങ്ങും എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നതാണ്, അക്സസറീസ് ആയിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. മാറ്റും എക്സ്ട്രാ കസ്റ്റമർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡാഷ്ബോർഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഓക്കെ അത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ജസ്റ്റ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് ഒരു 2 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് ഡാഷ്ബോർഡിൽ കാണാനായിട്ട് പറ്റുന്നത്. സീറ്റ് കവർ ജസ്റ്റ് നോക്കും. അതിനകത്ത് 6 എയർ ബാഗ് വരുന്നൊരു വാഹനമായതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ സീറ്റ് കവർ ഇപ്പോൾ ചെയ്യാനായിട്ട് പറ്റും. ഫുൾ കവറിങ് ചെയ്യുന്ന രീതിയിൽ സീറ്റ് കവർ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ നിലവിൽ സീറ്റ് കവർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. മോശമല്ലാത്ത സീറ്റ് കവർ തന്നെയാണ് ഈ വാഹനത്തിന് നിലവിൽ ഇൻബിൽഡ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത്. സെൻട്രലൊക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലൊന്നുമല്ല ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം ആ ഒരു കളർ തീമും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷൻ നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അതായത് നമ്മൾ ഓൾറെഡി ആ ഒരു പവർ വിൻഡോയുടെ ആ ഒരു പോർഷൻ നമ്മൾ കണ്ടു, ആ ഒരു കളർ തീം ചേഞ്ച് വന്നത്. ഈ ഒരു പോർഷനിലും അവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർഷനിലും എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നതാണ്. ഇൻബിൽഡ് ആയിട്ട് തന്നെ ഇൻഫോർമേഷൻ സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ എക്സ്ട്രാ ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. അതിലൊരു വ്യൂ നമുക്ക് കണ്ട ഇതിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു കാര്യം അവർ ചെയ്തിട്ടുള്ളത്. എ സി ഒക്കെ നമ്മൾ മാനുവലി വേണം കൺട്രോൾ ചെയ്യാൻ. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. 12 വാട്ട്സിൽ ഒരു ചാർജിങ് സോക്കറ്റ് അവിടെ കാണാം. ഓക്സ് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കിടപ്പുണ്ട്. ഇന്ത്യൻ ഡിസൈനൊക്കെ നോക്കിയാൽ നല്ല നീറ്റ് തന്നെയാണ്. ഒരു ബ്ലാക്കും ഒരു ലൈറ്റ് കളറിൻ്റെ കോമ്പിനേഷനാണ്. നമുക്ക് വേറെ ടോപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ മിറർ മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മിററും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം ഫീച്ചേഴ്സോട് കൂടി വരുന്ന ഒരു വാഹനമാണ്. കുറേ അക്സസറീസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗിൽ നോക്കി കഴിഞ്ഞാൽ സ്റ്റിയറിംഗിൽ നമുക്ക് ഈ ഒരു കവർ, ഈ ഒരു സ്റ്റിയറിംഗ് ഗ്രിപ്പ് എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് തന്നെ കസ്റ്റമർ ചെയ്തേക്കുന്നതാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺസും ഒക്കെ അവിടെ കാണാം. വേറെ ഒന്നുമില്ല അവിടെ ഒന്നും പറയാനായിട്ട്. റിയർ പൊസിഷൻ എന്താ സമയത്ത് എനിക്ക് ഏകദേശം ഒരു 90 ഡിഗ്രിക്ക് അടുത്തൊരു ഈ ഡോർ ഓപ്പണിംഗ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വൈഡായിട്ട് ഡോർ തുറക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു സീറ്റ് കവർ ജസ്റ്റ് നോക്കൂ, ബാഗോട്ട് ഇരുന്നോട്ടെ, ആർക്ക് ശല്യമൊന്നും ഇല്ലാതെ അവിടെ ഇരുന്നോട്ടെ. സീറ്റ് കവറുണ്ട്. ഈ ഒരു സീറ്റ് കവറാണ് എക്സ്ട്രാ ചെയ്തേക്കുന്നത്. അത് കൊള്ളാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ ഒരാളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ഡിക്കിന്നൊക്കെ എടുക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് അത് പറ്റും. ഓക്കെ, അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാല് വെക്കാനുള്ള സപ്പോർട്ടും നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഹൈറ്റ് വരുന്നുണ്ട്. ടൈ സപ്പോർട്ടൊക്കെ ഓക്കെയാണ്. ഓക്കെ, കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും എന്താ പറയുക ഡോർ പാഡിൽ തന്നെ വരുന്നുണ്ട്. ജസ്റ്റ് എഞ്ചിൻ റൂമിലേക്കൊന്ന് പോകാം. അപ്പോൾ ഈ ഒരു വാഗണോറിന് 2 എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അതായത് 1 ലിറ്റർ നമുക്ക് വരുന്നുണ്ട്, 1.2 നമുക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് 1.2 ആണ് എഞ്ചിൻ സ്പെക്ക് വന്നിട്ടുള്ളത്. കാര്യം ഇതൊരു ടോപ്പ് എൻഡ് ആണ്. ബേസിലൊക്കെയാണ് 1 ലിറ്റർ എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് വരുന്നത്. ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. എഞ്ചിൻ സ്പെക്കിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് 4 സിലിണ്ടറാണ്, 90 PS, 113 എണ്ണ ടോർക്കും, 24.32 ആണ് ഇതിൻ്റെ മൈലേജ് കമ്പനി പറയുന്നത്. ഈ ഒരു വാഹനത്തിന് മൈലേജ് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. 24 മൈലേജ് പറയുമ്പം എങ്ങനെ പോയാലും നമുക്ക് എത്ര റാഷായിട്ട് ഉപയോഗിച്ചാൽ നമുക്കൊരു 18-19 മൈലേജ് എന്തായാലും കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ 20-ന് മുകളിൽ നമുക്ക് മൈലേജ് വാഹനത്തിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പുതിയ വാഹനമാണ്. പുതിയെന്ന് വെച്ചാൽ എന്താണ്, 6 എയർ ബാഗ് വരുന്ന വാഹനമാണ് ഇന്ന് നമ്മൾ എടുത്തത്. 2 എയർ ബാഗ് വരുന്ന വാഹനം നമുക്ക് അവൈലബിൾ ആണ്. രണ്ടും നമ്മൾ ചെറിയൊരു പ്രൈസ് ഡിഫറൻസേ വരുന്നുള്ളൂ. മാത്രമല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഈ ഒരു 6 എയർ ബാഗ് വാഹനത്തിന് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു വാഹനം വാഗണർ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ 6 എയർ ബാഗ് തന്നെ ചൂസ് ചെയ്യുക. വലിയ പ്രൈസ് വ്യത്യാസം ഒന്നുമില്ല, ഓഫറും കിട്ടുന്നുണ്ട്. വേറൊന്നുമില്ല പറയാൻ, ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം വരെ അതിലെല്ലാം കൂട്ടർക്കും പോയി.